അടുത്തത് രണ്ടാമത്തെ ബാബ്. അപ്പോൾ ഒന്നാമത്തെ ബാബിൽ നമ്മൾ ഖബർ ഇൻഷാനെ പറ്റിയാണ് പറഞ്ഞത്. ഖബർ ഇൻഷാ, ഖബർ എന്താണെന്ന് പറഞ്ഞു, ഇൻഷാ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇൻഷാനെ പറ്റിയാണ് നമ്മളിപ്പോൾ ഈ വോയിസുകൾ മൊത്തം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ, അതുപോലെ സമാന്തരമായ ആശയങ്ങൾ, അപ്പോൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സന്ദർഭത്തോട് യോജിച്ചുകൊണ്ട് ഒരു കലാം വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയും. അത് ഫി ദിക്രി വൽ ഹദ്ഫി. അതുപോലെ രണ്ടാമത്തത് ദിക്ർ ഹദ്ഫ്, അതായത് പറയുക കളയുക. അപ്പോൾ ഏതൊക്കെ സ്ഥലത്താണ് എന്ത് ചെയ്യുക ഒരു സംഗതിയെ പറയുക, ഇനി ആ പറയുന്ന സംഗതിയെ എവിടേക്കാണ് കളയുക, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ഈ പറയപ്പെട്ട സന്ദർഭത്തോട് യോജിക്കുന്ന ഈ ഒരു വിഷയത്തിൽ നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നൊരു സംഗതിയാണ്. ഇതാ ഉരീദ ഇഫാദത്തു സാമിഇ ഹുക്കുമൻ, എന്താണ് കേൾക്കുന്ന ആൾക്ക് ഒരു വിവരത്തെ പ്രദാനം ചെയ്യാൻ ഉദ്ദേശിക്കപ്പെട്ടാൽ, അതായത് നമ്മളൊരു കാര്യം പറയുന്നു, അതൊരാൾ കേൾക്കുന്നു, ആ കേൾക്കുന്ന ആൾക്ക് നമ്മളൊരു വിവരം അയാൾക്ക് ഷെയർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അയ്യു ലഫ്ലിൻ, ഏത് പദമാണ് യദുല്ലു അല മാനൻ ഫിഹി, അതിൽ ഒരാശയത്തെ അറിയിക്കാൻ ഉള്ള ഏത് പദമാണോ, അതായത് നമ്മൾ ആ വിവരം കൈമാറാൻ ഉദ്ദേശിക്കുന്ന ഏത് പദമാണോ ഫൽ അസ്ലു ദിക്റുഹു, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം അത് പറയുക എന്നുള്ളതാണ്. അടിസ്ഥാനം അത് പറയുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കല്യാണം വിളിക്കാൻ വേണ്ടി പോകുന്നു എൻ്റെ മകളുടെ. അപ്പോൾ ഒരു വീട്ടിൽ പോയി കല്യാണം വിളിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിലെ ആശയം എൻ്റെ മോളുടെ കല്യാണം വിളിക്കുക എന്നുള്ളതാണ്. ആ കാര്യം അയാളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അപ്പം കല്യാണം വിളിക്കുന്നതിന് ഏതെല്ലാം എത്ര പദങ്ങൾ അവിടെ ആവശ്യമാണ്, എത്ര വാക്കുകളുടെ ആവശ്യമാണോ അത് പറയുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. വയു ലഫ്ലിൻ ഒലിമ മിനൽ കലാമി ലിദലാലത്ത് ബാഖിഹി അലഹി ഫലസുൽ ഹദ്ഫുഹു. വയു ലഫ്ലിൻ, ഏത് പദമാണോ ഒലിമ മിനൽ കലാമി, കലാമിൽ നിന്നും അറിയപ്പെടുന്നത്, ലിദലാലത്ത് ബാഖിഹി അലഹി, അതിൻ്റെ ബാക്കിയുള്ളത് അതിൻ്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അതായത് ഒരു പദം എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ ബാക്കിയുള്ളത് പറയുമ്പോൾ ഇത് അതിനകത്തുനിന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വല്ല അസ്ലു ഹദ്ഫുഹു, അടിസ്ഥാനം അതിനെ കളയുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് നമ്മൾ നിൻ്റെ അടുക്കൽ എത്ര രൂപയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 10 എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ കുറച്ച് കളഞ്ഞിട്ടുണ്ട് അല്ലേ. കം ഇൻദക് മിനൽ ഫുലൂസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അഷുർ റുബിയാത്ത്, 10 രൂപ. അപ്പോൾ അവിടെ ശരിക്കും ഇന്ദി അഷുർ റുബിയാത്ത് എന്നാണ് പറയേണ്ടത്. പക്ഷേ 10 രൂപ എന്ന് പറയുമ്പോൾ അവിടെ അതിന് മുമ്പ് എൻ്റെ അടുക്കലുണ്ട് എന്നത് അവിടെ കളയപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അല്ലേ, അല്ലെങ്കിൽ അവിടെ അത് ഉണ്ട് എന്നുള്ള കാര്യം വരെ വ്യക്തമാണ്. അപ്പം അങ്ങനെ ബാക്കിയുള്ള പദങ്ങൾ ഈ മുമ്പ് ഒരു പദം ഉണ്ടെന്ന് വ്യക്തമായി അറിയിച്ചു തരുന്ന ഒരവസ്ഥയാണെങ്കിൽ അവിടെ കളയുക എന്നുള്ളതാണ് അടിസ്ഥാനം. ചുരുക്കത്തിൽ ഇവിടെ ഒരു കാര്യം പറയലാണ് അടിസ്ഥാനം, ഇനി പറയാതിരുന്നാലും അത് വ്യക്തമാണെങ്കിൽ അവിടെ കളയലാണ് അടിസ്ഥാനം. ഇതാണ് അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വൈദാ താറല ഹാദാനി റസ്ലാനി, ഈ രണ്ട് അടിസ്ഥാനം അത് പരസ്പരം ഏറ്റുമുട്ടിയാൽ, അതായത് ദിക്റും ഹദ്ഫും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയാൽ അല്ലേ, ഫലാ യുഅദലു, അപ്പോൾ മാറി എന്ത് ചെയ്യുക, ഫലാ യുഅദലു അൻ മുഖ്തദ അഹദിഹിമ ഇലാ മുഖ്തദൽ ആഖിരി ഇല്ലാ ലിദാഇൻ. ഫലാ യുഅദലു, മാറി ചിന്തിക്കപ്പെടുകയില്ല, അൻ മുഖ്തദ അഹദിഹിമ, രണ്ടിലൊന്നിൻ്റെ താല്പര്യത്തിൽ നിന്നും ഇലാ മുഖ്തദൽ ആഖിരി, മറ്റതിൻ്റെ താല്പര്യത്തിലേക്ക്, ഇല്ലാ ലിദാഇൻ, ഒരു പ്രേരക ഘടകം ഉണ്ടെങ്കിലല്ലാതെ. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താണ്, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാവുമെങ്കിൽ പറയണം, പറഞ്ഞില്ലെങ്കിലും വ്യക്തമാവുമെങ്കിൽ കളയാം. ഇതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള സമവാക്യം. ഒരു പദം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാവും, ആശയക്കുഴപ്പം ഉണ്ടാവുകയെങ്കിൽ പറഞ്ഞേ മതിയാവും. ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിലും അവിടെ ഒരു പ്രശ്നമില്ല, പറഞ്ഞ സ്ഥാനത്താണ്, അത്രമേൽ വ്യക്തമാണ് പറഞ്ഞില്ലെങ്കിലും അവിടെ അത് കളയാം എന്നാണ്. ഇനി ചിലപ്പോൾ പറയേണ്ട സ്ഥലത്ത് കളയും, കളയേണ്ട സ്ഥലത്ത് പറയും, അതിന് ചില കാരണങ്ങളുണ്ടാവും. അതാണ് ഇനിയിപ്പോൾ നമ്മൾ താഴെ പറയാൻ പോകുന്നത്. ഫമിൻ ദവാഇ ദിക്രി, എന്താണ് പറയുന്നതിൻ്റെ കാരണങ്ങൾ. അതായത് കളയേണ്ട സ്ഥലമാണ്, പക്ഷെ അവിടെ നമ്മൾ പറയുന്നു. അതെന്തുകൊണ്ടാണ് പറയുന്നത്? കളഞ്ഞാൽ മതിയായിരുന്നല്ലോ, എന്തിനു പറയുന്നു? അതിൻ്റെ കാരണങ്ങൾ നമുക്ക് 6 അതുപോലെ എന്താണ് പറയേണ്ട സ്ഥലമാണ് എന്നിട്ടും അവിടെ കളഞ്ഞു, അതെന്തുകൊണ്ടാണ്? അതിനും
10 കാരണങ്ങൾ നമ്മളിവിടെ വയ്ക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കളയേണ്ട സാഹചര്യത്തിൽ പറയുന്നു? എന്താ? സിയാദത്തു തഖ്രീരി വൽ ഇളാഹി, അതായത് കൂടുതൽ സ്ഥിരീകരണത്തിനും വ്യക്തതയ്ക്കും വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നഹു ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അവർ അള്ളാഹുവിൻ്റെ സന്മാർഗത്തിലാണ്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയികളാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് വീണ്ടും വ ഉലൈക പറഞ്ഞത്. രണ്ടാമത്തെ ഉലൈക പറയേണ്ടതില്ലായിരുന്നു. കാരണം രണ്ടാമത്തെ ഉലൈക പറഞ്ഞില്ലെങ്കിലും ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ വീണ്ടും ഉലൈക അവിടെ ആവർത്തിച്ചത് അതായത് അവർ ഹിദായത്തിൻ്റെ വിളക്കുമാടങ്ങളാണ്, അവർ വിജയത്തിൻ്റെ അടയാള മുദ്രകളാണ് എന്ന് വളരെ ഫിനിഷ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. അപ്പം കളയേണ്ട സ്ഥലത്ത് ഇവിടെ പറഞ്ഞത് അത് കൂടുതൽ സ്ഥിരീകരണത്തിന് വേണ്ടി. അടുത്തത് വഖില്ലത്തു സിഖതി ബിൽ ഖരീന, എന്തുകൊണ്ടാണ് ഇവിടെ കളഞ്ഞാൽ മതിയായിരുന്നു? എന്തുകൊണ്ടാണ് പറഞ്ഞത്? രണ്ടാമത്തെ കാരണം ഇവിടെ സാഹചര്യ തെളിവ് ദുർബലമായതിൻ്റെ പേരിലാണ്. ഖില്ലത്തു സിഖതി, ഉറപ്പ് കുറവിൻ്റെ പേരിലാണ്. ബിൽ ഖരീനത്തി, സാഹചര്യ തെളിവിൻ്റെ. ലിലോഫിയ, അത് ബലഹീനമായതുകൊണ്ട്. അപ്പോൾ സാഹചര്യ തെളിവ് വളരെ ദുർബലമാണെന്നർത്ഥം. ഔ ലോഫി ഫഹ്മി സാമിഇ, അല്ലെങ്കിൽ കേൾക്കുന്ന ആളുടെ ഒരു ഗ്രാഹ്യശക്തി വളരെ ബലഹീനമാണ്. കേൾക്കുന്ന ആളുടെ ഒന്നുകിൽ സാഹചര്യം അതീവ ദുർബലമാണ്, അത് മനസ്സിലാക്കിയെടുക്കാൻ. ഇത് കളഞ്ഞാൽ ആ കളഞ്ഞത് മനസ്സിലാക്കിയെടുക്കാൻ സാഹചര്യം അതീവ ദുർബലമാണ്. അല്ലെങ്കിൽ കേൾക്കുന്ന ആളുടെ ഒരു IQ വളരെ കുറവാണ്. നഹു സെയ്ദു നഅമ സ്വദീഖു, സെയ്ദ് എത്ര നല്ല സ്നേഹിതനാൻ. തഖൂലു ദാലിക, ഇത് നീ പറയുന്നത് ഇതാ സബഖലക ദിക്റു സെയ്ദിൻ, സെയ്ദിൻ്റെ പരാമർശം നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയി, എന്നിട്ടാണ് നീ പറയുന്നത് സെയ്ദു നഅമ സ്വദീഖ് എന്ന്, അല്ലേ? അപ്പോൾ വീണ്ടും നീ പറയുകയാണ്. എന്തുകൊണ്ടാവാ? താല അഹദു സാമിഇ ബിഹി, അപ്പോൾ സാമിഇന് അതുമായിട്ടുള്ള അവൻ്റെ ഒരു ഗ്യാപ്പ് വന്നു എന്നാണ് പറയുന്നത്. താല അഹദു സാമിഇ ബിഹി, കേൾക്കുന്ന ആൾക്ക് ഈ സെയ്ദുമായിട്ടുള്ള ഈ ഒരു സെയ്ദിനെ പറ്റി പറഞ്ഞല്ലോ, ആ സെയ്ദുമായിട്ടുള്ള പറഞ്ഞ ആ പരിസരവുമായിട്ടുള്ള കാലം അല്പം ദീർഘമായി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ വീണ്ടും സെയ്ദിനെ ആവർത്തിക്കാൻ കാരണം. അപ്പോൾ സാഹചര്യം ദുർബലമായെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഔ ദുഃഖിറ മാഹു കലാമുൻ, അല്ലെങ്കിൽ ഫീ ഷഅനി ഗൈരി, സെയ്ദ് അല്ലാത്ത മറ്റൊരാളുടെ വിഷയത്തിലും ഇവിടെ കലാമ് അതിനോടൊപ്പം പറയപ്പെട്ടു. ഒന്നുകിൽ സെയ്ദിനെ പറ്റി പറഞ്ഞിട്ട് കുറച്ച് സമയം, കുറച്ച് ഡിസ്റ്റൻസ് അവിടെ വന്നു, അല്ലെങ്കിൽ സെയ്ദിനോടൊപ്പം വേറെയും കുറേ ആരുടെയൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ സെയ്ദിനെ ഇനി ആവർത്തിച്ചില്ലെങ്കിൽ ഒന്നുകിൽ സെയ്ദ് തന്നെയാണെന്ന് ചിലപ്പോൾ ഇവിടെ വിചാരിച്ചോളണം നിർബന്ധമില്ല. കാരണം വേറെ ആളുടെയും ചർച്ച വന്നുകൊണ്ട് അവരെ പറ്റിയാണെന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാം. അല്ലെങ്കിൽ സെയ്ദിനെ പറ്റി പറഞ്ഞിട്ട് കുറേ നേരമായി, അപ്പോൾ ഇനിയിപ്പോൾ സെയ്ദ് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ആ സെയ്ദിലേക്ക് നമ്മുടെ മനസ്സ് മൂവ് ആയിക്കൊള്ളണം നിർബന്ധമില്ല. അങ്ങനെ ചുരുക്കത്തിൽ സാമിഇൻ്റെ ആ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ഇവിടെ പറയാതിരുന്നാൽ അത് ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുമെന്നുള്ള ഒരു ആശങ്ക ഉള്ളതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന് ചുരുക്കം. 3 തഅരീദു ബി ഗദാബത്തി സാമി, കളയേണ്ടതാണ്. എന്തുകൊണ്ട് പറയുന്നു? സാമിഇൻ്റെ മൂഢതരം ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി. നഹു അമ്രുൻ ഖാല കഥ ഫി ജവാബി മാതാ ഖാല അമ്രു, അല്ലേ? അമ്ർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുക. എവിടെയാ അമ്ർ എന്താണ് പറഞ്ഞു എന്ന ചോദ്യത്തിൽ അമ്ർ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മറുപടിയിൽ ഖാല കഥ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കഥ വ കഥ എന്ന് പറഞ്ഞാലും മതി. ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് പിന്നെയും അമ്രു പറഞ്ഞു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അവൻ അത്രയും കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ അത്രമാത്രം അവൻ ഒരു ബാക്കിലാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. 4-ാമത്തേത് തസ്ജീലു അല സാമിഇ, 4-ാമത്തേത് കളയേണ്ട സ്ഥലത്ത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഇത് പറയുന്നത് സാമിഇൻ്റെ ഹൃദയത്തിൽ അത് രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അവൻ്റെ മുന്നിൽ അത് കൃത്യമായി പഞ്ച് ചെയ്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണെന്നർത്ഥം. ഹത്താല യതഅത്താലഹു, ആ സാമീന് സാധ്യമാകാതിരിക്കാൻ വേണ്ടി അൽ ഇൻകാറു, നിഷേധം, അത്രയും നിഷേധം പോലും അവനക്ക് നിഷേധത്തിന് പഴുതു നൽകാത്ത വിധം അവനിൽ അവന് രേഖപ്പെടുത്തും വിധമുള്ള രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു മാധ്യമമാണ് ഇവിടെ പറയുന്നത്. കമാ ഇദാ ഖാൽ ഹാക്കിമുൽ ഷാഹിദീൻ, ഒരു ജഡ്ജി സാക്ഷിയോട് പറയുകയാണ്, അൽ അഖറ സെയ്ദുൻ ഹാദ, സെയ്ദ് ഇത് അംഗീകരിച്ചതാണോ? ബിഅൻ അലൈഹി കഥ, അവന് ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന്, ഈ ഉത്തരവാദിത്തം ഉണ്ടെന്ന് അംഗീകരിച്ചതാണോ? ഫയഖുലു ഷാഹിദു, ആ സാക്ഷി പറയും, നഅം സെയ്ദുൻ ഹാദ അഖറ
സെയ്ദ് അംഗീകരിച്ചതാണിത് ബി അന്ന അലൈഹി കഥ, ഈ സെയ്ദ് അവനക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് കൃത്യമായി അംഗീകരിച്ചതാണ്. അപ്പോൾ സെയ്ദിൻ ഹാദ അഖറ എന്നൊക്കെ പറയുന്നത് ശരിക്കും അവൻ അംഗീകരിച്ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇനി സെയ്ദിന് ഈ ഒരു കോടതിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അല്ലേ, ഇനി ജഡ്ജ്മെൻറ്റിൻ്റെ പേരിൽ ഇനി അടുത്തൊരു ഈ ജഡ്ജ്മെൻറ്റിനെ എൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ ചില വാദങ്ങളിലേക്ക് പോകാനുള്ള അവസരം കൊടുക്കാതിരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പം അവൻ്റെ സാമിന് അവന് കുറിക്കുകൊള്ളുന്ന രൂപത്തിൽ പറയാൻ വേണ്ടി അല്ലെങ്കിൽ രേഖപ്പെടുത്തും വിധമുള്ള ഒരു പരാമർശമാണ് ഇവിടെ ഈ ദിക്റിലൂടെ ഈ പരാമർശത്തിലൂടെ ചെയ്യുന്നത്. അടുത്ത അഞ്ചാമത്തെ തഅജ്ജുബു, അത്ഭുതം പ്രകടിപ്പിക്കാൻ വേണ്ടി. ഇതാക്കാൻ ഹാക്കിം ഹുക്മു ഗരീബൻ അല്ലേ, ഇവിടെ കളഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ പറയുന്നത് അത്ഭുതം പ്രകടിപ്പിക്കാൻ. ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്പം കൗതുകം നിറഞ്ഞതാണെങ്കിൽ അലിയുൻ യുഖാവിമുൽ അസദ അല്ലേ, അലിയ് സിംഹത്തോട് എന്ത് ചെയ്യുന്നു, മല്ലടിക്കുന്നു. തഖൂലു ദാലിക, ഇത് പറയുന്നത് മഅ സബഖി ദിക്രിഹി, ഈ സെയ്ദിനെ പറ്റിയുള്ള അലിയെ പറ്റിയുള്ള പരാമർശം മുമ്പ് കഴിഞ്ഞു പോയതിനോടൊപ്പമാണ്. അപ്പോൾ അലിയെ പറ്റി മുമ്പ് പറഞ്ഞു പോയതുള്ളൂ, പിന്നെ അലിയെന്ന് ആവർത്തിച്ച് എന്തിനു വേണ്ടിയാണ്? അതൊരു നിസ്സാര സംഭവമല്ല അലി ചെയ്യുന്നത്, സിംഹത്തോടാണ് അവൻ എന്ത് ചെയ്യുന്നത്, മൽപ്പിടുത്തം നടത്തുന്നത് എന്ന് പറയാൻ വേണ്ടി. തഅലീമു വൽ ഇഹാന, അതുപോലെ ആറാമത്തെ അവസാനത്തുമായ അഥവാ കളയേണ്ട സ്ഥലത്ത് പറയുന്നതിൻ്റെ ആറാമത്തെ താല്പര്യം ഒന്നുകിൽ അവനെ ആദരിക്കുക എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവനെ നിന്ദ്യമാക്കുക എന്നുള്ളതായിരിക്കാം. ഇതാക്കാൻ ലഫ്ലു യുഫീദു ദാലിക, പദം അതിന് ആ ഒരു അർത്ഥത്തെ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ കായി എസ് അലക്ക സായലു, നിന്നോടൊരാൾ ചോദിക്കുന്നു ഹൽ റജഅൽ ഖായിദു, നായകൻ മടങ്ങി വന്നോ? തഖൂൽ, നീ പറയും റജഅൽ മൻസൂറു അവിൽ മഹ്സൂമു അല്ലേ, നീ പറയും അള്ളാഹുവിൽ നിന്നും സഹായം ലഭ്യമായ ആ ഖായിദ് വന്നു, അല്ലെങ്കിൽ പരാജയം രുചിച്ച ആ ഖായിദ് വന്നു എന്ന് പറയും. അപ്പോൾ ഇവിടെ മൻസൂർ എന്ന പദം ഖായിദിലേക്ക് ജസ്റ്റ് ഇവിടെ മടങ്ങി വന്നു എന്ന് വെച്ചപ്പോൾ മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം റജഅൽ മൻസൂർ റജഅൽ ഖായിദുൽ മൻസൂർ എന്നാണ് അവിടുത്തെ താല്പര്യം. അപ്പോൾ അൽ മൻസൂർ എന്നിവിടെ പറഞ്ഞ് എന്തിനു വേണ്ടിയാണ്? അവിടെ ആ ഒരു താലീം അല്ലേ, അദ്ദേഹം വലിയ ആദരവ് ലഭിച്ച് വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അവൽ മഹ്സൂം എന്ന പദം തോറ്റ് അമ്പി വരികയാണ്. ഇവിടെ ഇഹാനത്തിലാണ് ഇവിടെ എന്ത് ചെയ്യുക, പ്രാമുഖ്യം ഇഹാനത്തിന് വേണ്ടിയാണ് ഇവിടെ ആ മഹ്സൂം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും റജാന്ന് മാത്രം ലിനാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു മടങ്ങി വന്നു എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത്രയും 6 സ്ഥലങ്ങളിൽ പറയാതിരുന്നാലും ഇവിടെ കളയുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്, താറല ഹാദാനിൽ അസ്ലാനി, ഇവിടെ ഈ 2 അസ്ലുകൾ ഏറ്റുമുട്ടുകയാണെങ്കിൽ അതാ 2 അസ്ലുകൾ പരസ്പരം കോർക്കുകയാണ്. അതായത് പറയേണ്ട സ്ഥലത്ത് കളയുന്നു, കളയുന്ന സ്ഥലത്ത് പറയുന്നു. അപ്പം അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മറ്റൊന്നിൻ്റെ താല്പര്യത്തിലേക്ക് മാറാൻ ചില കാരണങ്ങളുണ്ടാകും. അഥവാ കളയേണ്ട സ്ഥലത്ത് പറയാൻ അതിന് 6 കാരണങ്ങളുണ്ട്. ഇനി അടുത്ത് പറയേണ്ട സ്ഥലത്ത് കളയാൻ, പറയേണ്ടതാണ് അവിടെ, പക്ഷെ എന്നിട്ട് അവിടെ കളയുന്നു, അതിന് 10 കാരണങ്ങളാണ് ഉള്ളത്. നമുക്ക് നോക്കാം. വമിൻ ദവാഇൽ ഹദ്ഫി, കളയുന്നതിൻ്റെ കാരണങ്ങൾ. ഇഖ്ഫാഉൽ അംരി അൻ ഗൈറിൽ മുഖാത്തബി, ഒന്നാമത്തേത് ഇവിടെ പറയേണ്ടതായിരുന്നു ശരിക്കും, പക്ഷേ എന്തിനാണ് കളഞ്ഞത്? മുഖാത്തബ് അല്ലാത്തവരിൽ നിന്നും കാര്യത്തെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ്, മറച്ചു പിടിക്കാൻ വേണ്ടിയാണ്. നൗ അഖബില അല്ലേ, അക്ബല തുരീദു അലിയൻ മസലൻ, അക്ബല എന്ന് പറയുകയാണ് ഉദാഹരണം. അവൻ എത്തിയിട്ടുണ്ട് അല്ലേ, അവൻ വന്നിട്ടുണ്ട്, തുരീദു അലിയൻ, നീ അലിയാണ് ഉദ്ദേശിക്കുന്നത് മസല ഉദാഹരണത്തിന്. അപ്പോൾ എന്താണ്, അലിയെ ഉദ്ദേശിച്ച് പറയുകയാണ്. അപ്പോൾ അക്ബല അലി എന്ന് പറയുന്നില്ല, എന്തുകൊണ്ടാണ്? പറയേണ്ടതാണ് ശരിക്കും. അപ്പോൾ ഇത് മുഖാത്തബീങ്ങളായ എല്ലാവർക്കും ഇത് കേൾക്കണ്ട എന്ന് അവർ വിചാരിക്കുന്നു. അവരൊന്നും മുഖാത്തബ് ഒഴികെയുള്ളവരൊന്നും ഇത് മറച്ചു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പം മുഖാത്തബിന് അക്ബല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇവിടെ അലിയാണെന്നുള്ളത്. അപ്പം ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത താത്തിൽ ഇൻകാരി ഇൻദൽ ഹാജത്തി, മോളി പറഞ്ഞ 4-മത്തെ പറയേണ്ട സ്ഥലത്ത് കളയേണ്ട സ്ഥലത്ത് പറയുന്നതിൻ്റെ 4-മത്തെ കാരണം, അതിന് നേരെ സമാന്തരമായ കാരണം ഇതാണ്, ഇപ്രവശമാണിത്. അതായത് ആവശ്യം വരുമ്പോൾ ഇൻകാർ ചെയ്യാൻ സൗകര്യപ്രദമാകുന്നതിന് വേണ്ടിയും ചിലപ്പോൾ പറയേണ്ട സ്ഥലത്ത് കളയും. കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? നഹു, ഉദാഹരണം ലഈമുൻ ഖസീസുൻ, അവൻ ആക്ഷേപാർഹനാണ്, നിന്ദ്യനാണെന്ന് പറയും. ബഅദ ദിക്രി ഷഖ്സിൻ മുഅയ്യനിൻ, ഒരു ക്ലുപ്തമായ ഒരാളെ പറഞ്ഞതിന് ശേഷം ഇത് പറയുന്നത്. പക്ഷേ ഇവിടെ രണ്ടാമത് അയാളെ പറയേണ്ടതാണ്, പക്ഷെ പറയേണ്ട സ്ഥലത്ത് ഇവിടെ കളഞ്ഞിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ എന്താ സംഭവം? ഇനി അവൻ ചിലപ്പോൾ എന്തെങ്കിലും വാദഗതികളുമായിട്ട് കോടതി കയറി കഴിഞ്ഞാൽ ഞാൻ അവനെയല്ല ഉദ്ദേശിച്ചത് എന്നൊരു നിഷേധത്തിൻ്റെ പഴുത് സൃഷ്ടിക്കലാണ് ഇവിടെ ലക്ഷ്യം.
മൂന്നാമത്തെ തംബീഹു അലാ തഅയ്യുനിൽ മഹദൂഫി അലോ ഇദ്യാൻ. മൂന്നാമത്തത് എന്താണ്, കളയപ്പെട്ടത് വളരെ വ്യക്തമാണ് എന്നറിയിക്കാൻ വേണ്ടി. അതായത് പറയേണ്ടതായിരുന്നു ഇവിടെ, പക്ഷെ ഇവിടെ കളഞ്ഞ എന്തിനാണ്ടിയെന്ന് വെച്ചാൽ കളഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അത് വളരെ വ്യക്തമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. പറയേണ്ടതില്ല എന്ന് വലു ഇദ്യാൻ, അതൊരു വാദത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ശരി. നൗ ഖാലിഖു കുല്ലി ഷൈൻ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്. ഇവിടെ ഖാലിഖു കുല്ലി ഷൈൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഖാലിഖു കുല്ലി ഷൈൻ എന്നാണ് പറയേണ്ടത്. അള്ളാഹുവിനോടെ കളഞ്ഞു, അത് വളരെ വ്യക്തമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇദ്യാനല്ല, ഹഖീഖത്തനാണ്. അതായത് യഥാർത്ഥത്തിൽ അള്ളാഹു ഖാലിഖു കുല്ലി ഷൈൻ എന്നുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് വളരെ വ്യക്തമാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അടുത്ത വഹാബുൽ ഉലൂഫ്, ആയിരങ്ങൾ ധർമ്മം ചെയ്യുന്ന ആൾ. അവിടെയും ഈ പറയപ്പെട്ടതുപോലെ വഹാബുൽ ഉലൂഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ നാട്ടിലുള്ളൊരു പ്രധാനിയെ പറ്റി ആയിരിക്കും പറയുന്നത്, ഉദാരമതിയെക്കുറിച്ചായിരിക്കും പറയുന്നത്. അതാ വലു ഇദ്യാൻ, ഇദ്യാൻ്റെ രൂപത്തിൽ. അപ്പോൾ അവിടെ ഇദ്യാൻ്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഹഖീഖത്തൻ ഇദ്യാൻ, അതാണ് സമാന്തരമായ രണ്ട് ചിറകുകളായിട്ട്. ഹഖീഖത്ത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പം അള്ളാഹു ഖാലിഖുൽ കുല്ലി ഷൈൻ, അള്ളാഹു ആണ് ഇവിടെ വ്യക്തമാണെന്നുള്ളത്, അത് ഒരു വാദമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. വഹാബുൽ ഉലൂഫ് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾക്ക് ഒരു ഉദാരമതിയോട് കൂടുതൽ സ്നേഹം ഉണ്ടാകാം. അപ്പം നമ്മളുടെ ഒരു വാദമാണ് അദ്ദേഹം വഹാബുൽ ഉലൂഫ്, അദ്ദേഹം വളരെ ക്ലിപ്തനാണ്, അദ്ദേഹം വളരെ വ്യക്തമായ ആളാണ്, അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് ഈ നാട്ടുകാർ മുഴുവൻ അത് സമ്മതിക്കും. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരുടെ ഒരു വാദം മാത്രമാകാനും സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും ജനുവിനായ രൂപത്തിലാണെങ്കിലും അതൊരു കേവല വാദത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ആ മഹദൂഫ് വളരെ വ്യക്തമാണ്. പറഞ്ഞില്ലെങ്കിലും ഈ നാട്ടുകാർക്കെല്ലാം അദ്ദേഹം സുപരിചിതനാണ്, വ്യക്തമാണെന്ന് അവിടെ അറിയിക്കലാണ് അവിടെ ഉദ്ദേശം. അടുത്ത് 4 ഇഖ്തിബാറു തനബുഹി സാമിഈ, കേൾക്കുന്നവൻ്റെ ശ്രദ്ധയെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഔ മിഖ്ദാരി തനബുഹിഹി, അല്ലെങ്കിൽ ആ ശ്രദ്ധയുടെ അളവൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. കേൾക്കുന്നവൻ്റെ ശ്രദ്ധ പരിശോധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അളവൊന്ന് പരിശോധിക്കുക. അപ്പോൾ അതിനു വേണ്ടി ചിലപ്പോൾ കളയാം, പറയേണ്ടതായിരുന്നു. അപ്പോൾ കളയുന്നത് ആ ശ്രദ്ധയൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. നഹു നൂറുഹു മുസ്തഫാദു മിൻ നൂറി ഷംസി വാസിതത്തു ഇഖദിൽ കവാക്കിബി, അതിൻ്റെ പ്രകാശം സൂര്യപ്രകാശത്തിൽ നിന്നും കടമെടുക്കുന്നതാണ്, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നും എടുക്കപ്പെടുന്നതാണ് അതിൻ്റെ പ്രകാശം. വാസിതത്തു ഇഖദിൽ കവാക്കിബി, നക്ഷത്രങ്ങളുടെ ആ ഒരു സങ്കേതങ്ങളുടെ ഇടക്കണ്ണിയാണിത്, നക്ഷത്ര സങ്കേതത്തിൻ്റെ ഇടക്കണ്ണിയാണിത് എന്ന് പറയുമ്പോൾ ചന്ദ്രനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ചന്ദ്രനെ ഇവിടെ മറച്ചു പറഞ്ഞിരിക്കുന്നു, ചന്ദ്രനെ ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുന്നു, പറയാതിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ അവന് കഴിയുമോ എന്ന് നോക്കട്ടെ. ആരുടെ പ്രകാശമാണ്, ഏതിൻ്റെ പ്രകാശമാണ് സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്ന് കടമെടുക്കുന്നത്, അല്ലേ? നക്ഷത്ര സങ്കേതങ്ങളുടെ ഇടക്കണ്ണി ആരാണ് എന്നൊക്കെ നോക്കട്ടെ, അവൻ അറിയാമോ നോക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ കളയുന്നതിൻ്റെ താല്പര്യം. 5 വലീഖിൽ മഖാമി, അതുപോലെ തന്നെ സന്ദർഭം വളരെ ഇടുങ്ങിയതാണ്, പരിമിതമായതിൻ്റെ പേരിലും. ഇമ്മാലി തവജുഇൻ, ഒന്നുകിൽ ഒരു വേദനയുടെ പേരിലാകാം. നഹു, ചിലപ്പോൾ ഒരു മനസ്സിലൊരു വേദനയുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ സന്ദർഭം വളരെ ഇടുങ്ങിയതാണ്. ഖാലലി, എന്നോട് ചോദിച്ചു, കൈഫ, എന്താ നിനക്ക് എങ്ങനെയുണ്ട്? കുൽത്തു, ഞാൻ പറഞ്ഞു, അലീലുൻ, ഞാൻ രോഗിയാണ്. സഹറുൻ ദായിമുൻ, നിത്യമായ ഉറക്കമൊഴിക്കലും, വഹുദുനും തവീലുൻ, സുദീർഘമായ വ്യസനവും, ഇത് രണ്ടും കൊണ്ട് ഞാൻ വല്ലാത്ത രോഗിയായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വല്ലാത്ത വേദനയുടെ പേരിൽ അവിടെ പറയാൻ കഴിയുന്നില്ല. അന അലീലു എന്നാണ് പറയേണ്ടത്. അന ഇവിടെ കളഞ്ഞത് വേദനയുടെ പേരിൽ, സന്ദർഭം വളരെ അവിടെ ടൈറ്റായതിൻ്റെ പേരിലാണ്. അപ്പോൾ സന്ദർഭം ടൈറ്റായതിൻ്റെ പേരിൽ അവിടെ കളഞ്ഞു. അപ്പോൾ അടുത്ത വൈമാലി ഖൗഫി ഫവാത്തി ഫുർസത്തിൻ, അല്ലെങ്കിൽ ഇവിടെ അവസരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുടെ പേരിലാകാം. നഹു ഖൗലു സിയാദി, ഈ പറയപ്പെട്ട വേടൻ്റെ വാക്ക് പോലെ, ഖസാൽ എന്ന വാക്ക് പോലെ. ഖസാൽ എന്നത് മാൻപേട. അപ്പോൾ ഇവിടെ ഹാദാ ഖസാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നാൽ മാൻ്റെ വീട്ടിൽ പോകും. അതുകൊണ്ട് ഖസാൽ എന്ന് മാത്രം ഇവിടെ പറയുന്നു. 6 താലീമോ തഹക്കീറു, താലീമോ തഹക്കീറും ആകാൻ ചിലപ്പോൾ കളയാനുള്ള കാരണം. കാരണം താലീം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസൗനിഹി, അദ്ദേഹത്തെ സൂക്ഷിക്കാൻ വേണ്ടി, ലിസാനിക, നിൻ്റെ നാവിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിൻ്റെ നാവിൽ നമ്മുടെ നാവിലൊന്നും പറയാവുന്ന വ്യക്തിത്വം അല്ല അത്, അതിനേക്കാളും ഉയരങ്ങളിലാണ്. അപ്പം
അതാണ് താലീം. ഇനി തഹഖീർ പറഞ്ഞാൽ ഔ സൗനി ലിസാനിക, അല്ലെങ്കിൽ നിൻ്റെ നാവിനെ സൂക്ഷിക്കാൻ വേണ്ടി അൻഹു അദ്ദേഹത്തിൽ നിന്ന്, എന്നുവെച്ചാൽ നിൻ്റെ നാവ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് എന്ത് ചെയ്യേണ്ട, മലീമസമാക്കേണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ താലീമാണ്, രണ്ടാമത് പറഞ്ഞ തഹഖീറാണ്. വ്യക്തമാണല്ലോ. ഫല്ലവ്വലു നഹവു നുജൂമു സമായിൻ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്, അതവിടെ കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കളഞ്ഞത് താലീമിന് വേണ്ടിയാണ്. വസാനി രണ്ടാമത്തെ നഹവു ഖൗമുൻ, എന്താണ്, ഒരു സമൂഹമാണവർ. ഇതാ അക്കലു, അവർ കഴിക്കാൻ തുടങ്ങിയാൽ അഖ്ഫൗ ഹദീസഹും, അവർ സംസാരം എന്ത് ചെയ്യും, അവർ വളരെ എന്ത് ചെയ്യും, അവർ മറച്ചു പിടിക്കും, നിശബ്ദരായിരിക്കും. അപ്പോൾ ഹും ഖൗമുൻ എന്നാണ് പറയേണ്ടത്, ലഹും നുജൂമു സമാ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവരെ പറ്റി പറയാത്തത് താലീം തഹഖീറിനെ ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു. ആദ്യത്തെ താലീം, രണ്ടാമത്തെ തഹഖീർ. 7 വൽ മുഹാഫളത്തു അലാ വസ്നിൻ ഔ സജഇൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വസ്ന സജ, പ്രാസം സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഫലവ്വലു നഹവു, വസ്നിന് വേണ്ടി. വസ്ൻ എന്ന് പറഞ്ഞാൽ അത് വസ്ന സജ അല്ലേ. സജ എന്ന് പറയുന്നത് നമ്മുടെ ഗദ്യത്തിലാണ്, വസ്ൻ എന്ന് പറയുന്നത് പദ്യത്തിലാണ്. ഫലവ്വലു നഹവു, നഹ്നു ഞങ്ങൾ, ബിമാ ഇന്ധന ഞങ്ങളുടെ അടുക്കലുള്ള വിഭവങ്ങൾ കൊണ്ട്, വന്ത നീ, ബിമാ ഇന്ധക നിൻ്റെ അടുക്കലുള്ള വിഭവങ്ങൾ കൊണ്ട്, റാലിൻ തൃപ്തരാണ്. വറയ്യു മുഖ്തലിഫുൻ, അഭിപ്രായങ്ങളൊക്കെ വ്യത്യസ്തമായി വരാം. അഭിപ്രായങ്ങൾ വ്യത്യാസമുള്ളപ്പോഴും ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളും തൃപ്തരാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ആ വസനൊന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കളഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. നഹ്നു ബിമാ ഇന്ധന റാലൂന എന്ന് പറയണമായിരുന്നു, അത് പറയാതെ ഇവിടെ കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വസന എന്താവില്ല, അവിടെ ഫിറ്റ് ആവില്ല. സജ ഏതാണ്, വസാനി നഹു പ്രാസം. മാ വദ്ദഅക റബ്ബുക, നിൻ്റെ രക്ഷിതാവ് നിന്നെ എന്താണ് ഉപേക്ഷിച്ചിട്ടില്ല. ഒമാ കല, നിന്നോട് പരുഷമായി പെരുമാറി. ഒമാ കലാക്ക എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ അങ്ങനെ പറയുമ്പോൾ അവിടെ വസിൻ എന്തായാലും വല്ലുഹ വല്ലൈലി ഇദാ സജ എന്ന് പറയുന്ന അവിടുത്തെ ആ എന്നുള്ള പ്രാസം അത് നഷ്ടപ്പെട്ടു പോകും. വതഅമീമു ബിഇഖ്തിസാരി, അതുപോലെ കളയാനുള്ള വേറൊരു കാരണം ചുരുങ്ങിയ രൂപത്തിൽ എന്താണ് ഒരു വ്യാപകമായ അർത്ഥം ഇവിടെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ്. നഹു അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു തആല സമാധാനത്തിൻ്റെ സുരക്ഷയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ആരെയാ? ഐ ജമിയ ഇബാദിഹി, മുഴുവൻ ആളുകളെയും. അപ്പോൾ അവിടെ ജമിയ ഇബാദിഹി അവിടെ കളഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ കളയുമ്പോൾ അവിടെ ഇഖ്തിസാറുമായി ഒപ്പം തന്നെ എല്ലാവരെയും അവിടെ ഉദ്ദേശിക്കാനും കഴിയും. ലിയന്ന ഹദ്ഫൽ മാമൂലി, കാരണം മാമൂലിനെ കളയുക എന്നുള്ളത് യുദ്ദിനു ബിൽ ഉമൂമി, ഇവിടെ ഒരു ഉമൂമിയത്തിന് വ്യാപകമായ ഒരർത്ഥത്തെ ഇവിടെ നൽകുന്നു എന്നുള്ളതാണ്. 9-ാമത്തെ വൽ അദബു, ഒരു മര്യാദയുടെ പേരിൽ. നഹു ഖൗലി ഷായിരി, അത് തൊലബിന ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഫലം നജിദ് ഞങ്ങൾ കണ്ടെത്തിയില്ല, ലക്ക നിനക്ക്, ഫി സൂദരി വൽ മജിദി വൽ മക്കാരിമി മിസിലൻ, അതായത് ഞങ്ങൾ കുറേ അന്വേഷിച്ചു നിനക്കൊരു പകരക്കാരനെ, പക്ഷേ എന്താണ് നേതൃത്വത്തിലും അതുപോലെ മഹത്വത്തിൻ്റെ വിഷയത്തിലും അതുപോലെ മക്കാരിം അതുപോലെ അംഗീകാരങ്ങളുടെ വിഷയത്തിലും, അംഗീകാരങ്ങൾ, മഹത്വങ്ങൾ, നേതൃത്വം, ഇതിലെല്ലാം നിനക്കൊരു പകരക്കാരനെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ എന്താണ് ഖദ് തലബന മിസ്ലക്കാന്ന് ഇവിടെ പറയേണ്ടിയിരുന്നു. അപ്പോൾ അത് താങ്കൾക്കൊരു പകരക്കാരനെ തേടിയെന്ന് പറയുന്നത് പോലും അതൊരു അപമര്യാദയായി പോകുമോ എന്നുള്ള ഉത്ഭയം കൊണ്ടാണ് ഇവിടെ അത് പറയാതിരുന്നത്. 10 തൻസീലുൽ മുതഅദ്ദി മൻസിലത്തുൽ ലാസിം, മുതഅദ്ദിയെ ലാസിമിൻ്റെ സ്ഥാനത്ത് ഇറക്കുക. ചില മുതഅദ്ദിയായ ഫീലാണ്, പക്ഷേ ലാസിമിൻ്റെ സ്ഥാനത്ത് അതിനെ അവതരിപ്പിക്കുക. ലിഅദമി തഅല്ലുഖുൽ ഖറളി, ഇവിടെ ലക്ഷ്യം എന്ത് ചെയ്യുക ഉണ്ടാകുന്നില്ല, ബിൽ മാമൂലി മാമൂലുമായിട്ട്. അഥവാ മുതഅദ്ദിയാണെങ്കിൽ മഫ്ഊൽ ഉണ്ടാവും, അപ്പോൾ ലാസിമാണെങ്കിൽ മഫ്ഊൽ ഉണ്ടാവില്ല. അപ്പം മുതഅദ്ദിയായ ഫീലാണിത്, പക്ഷേ ഇവിടെ എന്താണ് മഫ്ഊലിനെ പറയേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് ഒരു ലാസിമിനെ പോലെ ഇവിടെ എന്താണ് ആ ഫീലിനെ പരിഗണിച്ചിരിക്കുകയാണ്. ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുമോ എന്ന് ചോദിച്ചാൽ എന്തറിവുള്ളവരാ? അത് ഏതും ആകാം. അപ്പോൾ അത് ഇന്ന അറിവെന്നുള്ളത് അതിനകത്തൊരു പ്രത്യേകമായ ഒരു പ്രാധാന്യമില്ല. അതുകൊണ്ട് മഫ്ഊൽ ഇവിടെ ഇല്ലാത്തതുപോലെയാണ്. അപ്പം മുതഅദ്ദിയായി യസ്തവി അല യഅലമൂന, അത് ലാസിമിനെ പോലെ ഇവിടെ നമ്മൾ പരിഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മഫ്ഊലിനെ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല, കാരണം ഏത് കാര്യത്തെ അറിയുന്നവനും അതറിയാത്തവനേക്കാൾ മഹത്വമുള്ളവനാണെന്നർത്ഥം. വയുഅദ്ദു മിനൽ ഹദ്ഫി, അപ്പോൾ 10 പ്രയോജനങ്ങളാണ് കളയുന്നതിൻ്റെ പറഞ്ഞത്, അതായത് പറയേണ്ട സ്ഥലത്ത് കളയുന്നതിൻ്റെയാണ് ഈ പറയുന്നത്. വയുഅദ്ദു മിനൽ ഹദ്ഫി, ഹദ്ഫിൽപ്പെട്ടതാണ്, ഗണിക്കപ്പെടും. ഇസ്നാദുൽ ഫിഅലി, ഫിഅലിനെ എന്താണ് നിസ്ബ ചെയ്യുക, ചേർക്കുക, ഇല നായിബിൽ ഫായിലി, നായിബ് ഫായിലിലേക്ക്.
ഫൈഖാലു ഹുദിഫൽ ഫായിലു, ഇങ്ങനെ ഫായിലിനെ കളയപ്പെട്ടു, ലിൽ ഖൗഫി മിൻഹു, ഫായിലിനെ കളയപ്പെട്ടത് എന്തിനു പേരില്ല? ഒന്നുകിൽ ഫായിലിനെ ലിൽ ഖൗഫി മിൻഹു ഔ അലൈഹി ഔ ലിൽ ഇൽമി ബിഹി അവിൽ ജഹിലി നഹു, അല്ലേ? ഫായിലിനെ കളയപ്പെട്ടത്, ഫീലിനെ നായി ഫായിലേക്ക് ചേർക്കുന്നത് എന്താണ്? ഹദുഫൽ ഫായിലു, ഫായിലിനെ എന്താണ് കളയപ്പെട്ടതിന് പേരിൽ. ലിൽ ഖൗഫി മിൻഹു, അവനിൽ നിന്നും എന്താണ് പേടിയുള്ളതിൻ്റെ പേരിൽ. ഔ അലൈഹി, അല്ലെ അവൻ്റെ വിഷയത്തിൽ പേടിയുള്ളതിൻ്റെ പേരിൽ. ഔലിൽ ഇൽമി ബിഹി, അല്ലെങ്കിൽ ഫായിലിനെ പറ്റി വ്യക്തമായ അറിവുള്ളതിൻ്റെ പേരിൽ. അവിൽ ജഹലി, അല്ലെങ്കിൽ ഫായിലിനെ പറ്റി വ്യക്തമായിട്ട് അറിയാത്തതിൻ്റെ പേരിൽ. ചുരുക്കത്തിൽ ഇങ്ങനെ ഫായിലിനെ പറ്റി അറിയാം അല്ലെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ ഫായിലിനെ പറ്റിയുള്ളൊരു ആശങ്കയുണ്ട്, അല്ലെങ്കിൽ ഫായിലിൻ്റെ വിഷയത്തിലൊരു ആശങ്കയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫായിലിനെ കളയാനുള്ള കാരണം. നൗ സുരിക്കൽ മത്താവു, ഇവിടെ വിഭവം അല്ലെങ്കിൽ ആ വസ്തു മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. മോഷ്ടിച്ച ആരാന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ മജ്ഹൂലായിട്ട് പറയാൻ കാരണം. ഖുലിഖൽ ഇൻസാനു, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു ലഈഫൻ, ബലഹീനനായിട്ട്. സൃഷ്ടിച്ച അള്ളാഹുവിനെ ഇവിടെ വ്യക്തമായിട്ട് അറിയാവുന്നതിൻ്റെ പേരിലാണ് ഇവിടെ കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ കളയുന്നത്, അല്ലേ, പറയേണ്ട സാധനമാണ് ഫായിൽ. ഫായിലിനെ പറയാതെ പിന്നെ എന്തിനാണ് പറയേണ്ടത്? ഫായിൽ പറയേണ്ട സാധനമാണ്, പക്ഷേ അവിടെ കളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ വോയിസുകൾ കേൾക്കുക, കേട്ട് നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബാബു സാലിസ് ഫി തഖ്ദീമി വ തഅഖീരി. മുന്തിച്ച് പറയുക, പിന്തിച്ച് പറയുക. അതായത് മുന്തിച്ച് പറയുക, പിന്തിച്ച് പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് താഴോട്ട് അതിൻ്റെ കാര്യങ്ങൾ വായിക്കാം. മിനൽ മഅലൂമി, വ്യക്തമാണ്, അന്നഹു ലാ യുംകിനു നുത്ഖു, സംസാരിക്കാൻ സാധ്യമല്ല, ബി അജ്സായിൽ കലാമി, ഒരു കലാമിൻ്റെ പല ഭാഗങ്ങൾ കൊണ്ട്, ദഫ്അതൻ വാഹിദത്തൻ, ഒറ്റയടിക്ക്, ഒരു പ്രാവശ്യമായിട്ട്. അപ്പോൾ അതിന് 10 കലിമത്തുള്ള ഒരു കലാമാണെങ്കിൽ ആ 10 കലിമത്തിനെയും ഒരു സമയം പറയാൻ കഴിയില്ല. ഒന്നിന് ശേഷം രണ്ടാമത്തത്, മൂന്നാമത്തത്, അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അപ്പം ബല്ലാബുദ്ധ, അപ്പോൾ അത്യാവശ്യമാണ്, മിൻ തഖ്ദീമി ബഅദിൽ അജ്സാഇ, ചില ഭാഗങ്ങളെ മുന്തിക്കണം, വ തഅഖീരിൽ ബഅദി, ചിലതിനെ പിന്തിക്കണം. ഇത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും 10 കലിമത്തുള്ള ഒരു കലാമെന്ന് പറയുമ്പോൾ 10ൽ ഏതെങ്കിലും ഒന്ന് ആദ്യം വരണം, ഏതെങ്കിലും ഒന്ന് അവസാനം വരണം. അതുപോലെ സ്ഥാനം ഓരോന്ന് എന്ത് ചെയ്യുക, മാറി മാറി വന്നേ മതിയാവൂ. അപ്പം നമുക്ക് പറയാനുള്ളത്, വലൈസ ഷൈഉം മിൻഹ, ഈ ഭാഗങ്ങളിൽപ്പെട്ട, ഇപ്പോൾ 10 കലിമത്തുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഒന്നുമല്ല, ഫി നഫ്സിഹി, സ്വയം, ഔല, അത് ഏറ്റവും അർഹതപ്പെട്ടതല്ല, ബി തഖദ്ദുമി മിനൽ ആഖിരി, ഒന്ന് മറ്റൊന്നിനേക്കാൾ മുന്തുവാൻ സ്വയം എന്തെങ്കിലും യോഗ്യത ഒരു പദത്തിനും ഇല്ല. കാരണം ലിഷ്തിറാഖി ജമീഇൽ അൽഫാദി, എല്ലാ പദങ്ങളും അത് പങ്കാകുന്നു, മിൻ ഹൈസു, ലിഷ്തിറാഖി ജമീഇൽ അൽഫാദി ഫമിന ദവാഇ, ഇവിടെ അതിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ്. അതായത് ഒന്നിനെ മറ്റൊന്നിനേക്കാൾ മുന്തിക്കുന്നതിൻ്റെ കാരണമാണ് തശ്വീഖു ഇലൽ മുതഅഖിരി ഇദാ കാന മുതഖദ്ദിമു മുശ്ഇറൻ ബി ഖറാബത്തിൻ. ശ്രദ്ധിക്കുക, തശ്വീഖു ഇലൽ മുതഅഖിരി, പുറകെ വരുന്നതിലേക്കൊന്ന് ആഗ്രഹം ജനിപ്പിക്കുക. ഇദാ കാന മുതഖദ്ദിമു, മുന്തി വരുന്നതാണെങ്കിൽ, മുശ്ഇറൻ ബി ഖറാബത്തിൻ, ഒരു കൗതുകം ജനിപ്പിക്കുന്നതാണെങ്കിൽ, മുന്തി വരുന്നത് ഒരു കൗതുകം ജനിപ്പിക്കുന്നതാണെങ്കിൽ എന്താണ്, പുറകിലുള്ളതിലേക്ക് ഒരു തശ്വീഖ് ജനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മുന്തിക്കാറുണ്ട്. വല്ലതി ഹാറത്തിൽ ബരിയത്തു ഫീഹി, വല്ലതി ഒരു കാര്യം, ഹാറത്തിൽ ബരിയത്തു ഫീഹി, പ്രപഞ്ചം മുഴുവനും പരിഭ്രമിച്ചു പോയി, പ്രപഞ്ചം മുഴുവനും പരിഭ്രമിച്ചു പോയ ഒരു വസ്തു. ഹയവാൻ മുസ്തഹദസും മിൻ ജമാദിൻ, ഒരു ജീവിയാണ്, മുസ്തഹദസുൻ, പുതുതായി എന്താണ് സൃഷ്ടിക്കപ്പെട്ട, മിൻ ജമാദിൻ, ഒരു ഖരവസ്തുവിൽ നിന്നും. മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. ഖരവസ്തുവിൽ നിന്നും പുതുതായി സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയാണ് പ്രപഞ്ചം പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു കാര്യം എന്ന് പറയുന്നത്. ക്ലിയറായില്ലേ? അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞത് എല്ലാ പദങ്ങളും ഒരു പദം എന്ന അടിസ്ഥാനത്തിൽ അത് തുല്യ പരിഗണനയാണ്. അപ്പോൾ ഒന്നിനെ മറ്റൊന്നിനേക്കാൾ മുന്തിക്കുന്നതിന് അതിന് കൃത്യമായ ഒരു കാരണമുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതിലൊന്നാമത്തെ കാരണമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്.
ആദ്യം പറഞ്ഞത് ഒരു കൗതുകമുള്ള കാര്യമാണെങ്കിൽ രണ്ടാമതുള്ളത് കേൾക്കാനൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ കൗതുകമുള്ള കാര്യം, കൗതുകം ഉണ്ടാക്കുന്നൊരു കാര്യം അത് ആദ്യമേ കൊണ്ടുവരും. അപ്പോൾ പുറകെ ഉള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും. അടുത്ത താജീരുൽ മസറത്തി അവൽ മസാഹത്തി, അല്ലെങ്കിൽ ഈ മുദ്ദിച്ച് പറയുന്നത് സന്തോഷം അല്ലെങ്കിൽ സങ്കടം അത് വളരെ വേഗം കൈമാറുന്നതിന് വേണ്ടിയാണ്. നഹു അൽ അഫു അങ്ക, നിനക്കുള്ള മാപ്പ്, സ്വദറ ബിഹിൽ അമറു, ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. നിനക്കുള്ള മാപ്പ് സ്വദറ ബിഹി, അതിൻ്റെ എന്ത് ചെയ്യുക, അൽ അമറു, അതിൻ്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. സദറ ഇറങ്ങിയിരിക്കുകയാണ്, ബിഹി എന്ത് ചെയ്യുക, ആ മാപ്പിൻ്റെ അൽ അമറു, ഉത്തരവ്. അപ്പോൾ അൽ അഫു അങ്ക എന്നുള്ളതിന് മുദിക്കാൻ കാരണം സന്തോഷം അല്പം നേരത്തെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സദറ ബിൽ അഫു അങ്ക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം ഒരു ഫേലിന് ശേഷമേ ആ മാപ്പിനെ പറ്റി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഫേലിന് മുമ്പ് തന്നെ മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവൽ ഖിസാസു, അല്ലെങ്കിൽ പ്രതിക്രിയ, ഹക്കമ ബിഹിൽ ഖാളി, എന്താണ് ജഡ്ജി അത് വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹക്കമ ബിൽ ഖിസാസി അൽ ഖാളി എന്നാണ് സാധാരണഗതിയിൽ പറയേണ്ടത്. അപ്പം ഫേലിന് ശേഷമേ ആ ഒരു എന്താണ് തനിക്കെതിരെയുള്ള നിയമ നടപടിയെപ്പറ്റി അവന് ബോധവാനാവുകയുള്ളൂ. അത് വേണ്ട, നേരത്തെ തന്നെ അവന് എതിരെയുള്ള നടപടി അവന് ബോധവാന്മാരാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഖിസാസ് എന്നത് ആദ്യമേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 വക്കൗനുൽ മുതഖദ്ദിമി, ഈ മുന്തി വരുന്ന ആദ്യം വരുന്നതാണ് മഹത്തൽ ഇൻകാരി വ തഅജ്ജുബി, എന്താണ് നിഷേധത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ഒരു സ്ഥാനമാണെങ്കിൽ അപ്പോൾ അവിടെ എന്തു ചെയ്യും, മുന്തി പറയും നഹു അബഅദ തൂല തജ്രിബത്തി, തൂലു തജ്രിബത്തി, എന്താണ് അബഅദ തൂലു തജ്രിബത്തി, അങ്ങനെയാണ് കേട്ടോ. അബഅദ തൂലു തജ്രിബത്തി, ഈ ദീർഘമായ പരിചയങ്ങൾക്ക് ശേഷമാണോ തൻഖദിഉ, നീ വഞ്ചിതനാകുന്നത്, ബിഹാദി സഖാരിഫി, ഈ പ്രൗഢമായ അലങ്കാരങ്ങളെ കൊണ്ട്. ഈ പ്രൗഢമായ അലങ്കാരങ്ങളെ കൊണ്ട് ഇത്രയേറെ അല്ലെ സുദീർഘമായ പരിചയസമ്പത്തുണ്ടായതിന് ശേഷവും നീ ദുനിയാവിൻ്റെ പ്രൗഢമായ അലങ്കാരങ്ങളിൽ നീ വീണു പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ അബഅദ തൂലി തജ്രിബത്തി എന്നുള്ളത് എന്താണ്, ഇവിടെ അപ്പോൾ ഇവിടെ എന്താണ് അബഅദ തൂലി തജ്രിബത്തി. അപ്പോൾ ഇവിടെ ഈ ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ കൊണ്ട് വഞ്ചിതരാകുകയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അവൻ്റെ എക്സ്പീരിയൻസിനെ അവൻ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ന കാരണത്താലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അബഅദ തൂലി തജ്രിബത്തി, ഈ ഇത്രയും ദീർഘമായ പരിചയസമ്പത്തിന് ശേഷവും നീ ഇങ്ങനെ ചെയ്യുകയാണോ എന്ന അർത്ഥത്തിൽ പറയുന്നത്. അപ്പം മുന്തി വരുന്നത് അവിടെ ഇൻകാർ തഅജ്ജുബിൻ്റെ, നിഷേധിക്കുന്നതിൻ്റെ, അത്ഭുതം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു സ്ഥാനമാണ് എങ്കിൽ അതല്ല. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നടത്തം. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇവിടെ മുന്തി കൊണ്ടുവരുന്നത്. ഇത്രയും സുദീർഘമായ പരിചയം കിട്ടിയിട്ടും നീ ഇങ്ങനെ ചെയ്യുന്നത് മോശമാണ് എന്നുള്ള ഒരു പ്രതിരോധത്തിൻ്റെ രൂപത്തിലാണ്. 4 സുലൂഖു സബീലി തറഖി, സുലൂഖു സബീലി തറഖി, അതാണ് ഒരു തറക്കിയുടെ രീതി സ്വീകരിക്കലാണ്. അതായത് താഴേന്ന് മുകളിലോട്ട് കയറി പോകുന്ന ഒരു രീതി സ്വീകരിക്കുക. ഇതാണ് 4-മത്തേത്. ഐ അൽ-ഇത്യാനു ബിൽ ആമി അവ്വലൻ, ആദ്യം ഒരു ആമായതിനെ കൊണ്ടുവരിക. സുമ്മൽ ഖാസു ബഅദഹു, പിന്നെ ഖാസായതിനെ കൊണ്ടുവരിക. അപ്പം ആദ്യം ആമിനെ കൊണ്ടുവരിക, പിന്നെ ഖാസിനെ കൊണ്ടുവരിക. ഇതാണ് തറക്കിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ലനൽ ആമ, പൊതുവായ ഒരു പദം, ഇദാ ദുക്കിറ ബഅദൽ ഖാസി, ഖാസിന് ശേഷം പറയപ്പെട്ടാൽ ലാ യകൂനു ലഹു ഫായിദത്തുൻ, അതിന് പ്രത്യേകിച്ചൊരു പ്രയോജനം ഉണ്ടാവുകയില്ല. ഒരു ആമിനെ പറഞ്ഞത് എന്ത് ചെയ്യുക, ഖാസിന് ശേഷം പറയപ്പെട്ട, ആമു ഖാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആമെന്ന് പറഞ്ഞാൽ പൊതുവായ ഒരു പദം, ഖാസ് അതിൻ്റെ കീഴിലുള്ള പ്രത്യേകമായ ഒരു പദം. അപ്പം ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് അങ്ങനെ
ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള താഴേന്ന് മുകളിലോട്ട് കയറുന്ന ഒരു രീതി സ്വീകരിക്കാൻ വേണ്ടിയാണ് മുന്തിച്ച് പറയുന്നതെന്ന് പറയാണ്. ഉദാഹരണം ഹാദൽ കലാമു, ഈ കലാമു സഹീഹുൻ ഫസീഹുൻ ബലീഗുൻ, ഇത് സഹീഹാണ്, ഫസീഹാണ്, ബലീഗാണ്. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. ഈ കലാമ് ശരിയാണ്, ഫസീഹുൻ വ്യക്തമാണ്, ബലീഗുൻ ആശയസമ്പുഷ്ടമാണ്. ഫൈദാ ഖുൽത ഫസീഹുൻ ബലീഗുൻ എന്ന് നീ പറഞ്ഞാൽ ലാ തഹ്താജു ഇലാ ദിക്രിൻ സഹീഹിൻ, അപ്പോൾ പിന്നെ സഹീഹ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം ഇല്ല. ഫൈദാ ഖുൽത ബലീഗ്, ബലീഗ് എന്ന് നീ പറഞ്ഞാൽ ലാ തഹ്താജു ഇലാ ദിക്രിൻ സഹീഹിൻ, സഹീഹ് എന്ന് പറയേണ്ട ആവശ്യമില്ല, വലാ ഫസീഹിൻ, ഫസീഹ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഇവിടെ ആമായ സഹീഹിനെ ആദ്യം പറഞ്ഞു, എന്നിട്ട് ഖാസായ ഫസീഹിനെ രണ്ടാമത് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആ കലാമിന് പ്രത്യേകിച്ച് ഒരു പ്രയോജനം കിട്ടും. ചുരുക്കത്തിൽ ഒരു ആമ് പറയുക, ശേഷം ഒരു ഖാസ് പറയുക. അപ്പോൾ സഹീഹ് എന്ന് പറയുന്ന ആമ് പറഞ്ഞിട്ട് ഫസീഹ് ബലീഗ് എന്ന് പറയുന്ന ഖാസിനെ ഇവിടെ പറഞ്ഞു. സഹീഹ് എന്ന് പറഞ്ഞാൽ ശരിയായത്, ഈ കലാം ശരിയാണ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പൊതുവായിട്ടുള്ളൊരു പദമാണ് സഹീഹ്. ഫസീഹ് ബലീഗ് എന്ന് പറഞ്ഞാൽ ആ ശരിയുടെ താഴെ വരുന്ന ഖാസായ പദങ്ങളാണ് ഫസീഹും ബലീഗും. ചുരുക്കത്തിൽ എന്താണ് താഴെ നിന്ന് മുകളിലോട്ട് ക്രമമായി കടന്നു വരുന്ന ഒരു രീതി സ്വീകരിക്കാനാണ് ഇവിടെ സുലൂക്കു സബീൽ തറക്കി എന്ന 4ാമത്തെ രൂപം കൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? വഹാദൽ കലാമു, ഈ കലാമ് സഹീഹുൻ എന്ന് പറയുമ്പോൾ ആമായൊരു പദമായി, അതായത് ഫസീഹ് ബലീഗനെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു പദമാണ് സഹീഹ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് ഉള്ളിൽ നിന്നുള്ള സാധനം പ്രത്യേകം എടുത്ത് പറയുകയാണ്, ഇത് ഫസീഹുമാണ്, അതുപോലെ ബലീഗും ആണ് എന്ന് എടുത്തു പറയുകയാണ്. അങ്ങനെ ചിലപ്പോൾ മുന്തിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ആമിന് പറഞ്ഞിട്ട് ഖാസിനെ പറയുമ്പോൾ ക്രമാനുഗതമായ ഒരു ശൈലി സ്വീകരിക്കലായി മാറും ഇവിടെ. 5 മുറാഅത്തു തർത്തീബിൽ വുജൂദി, സ്വാഭാവികമായ ഒരു ക്രമീകരണം പരിഗണിക്കുമ്പോൾ, അതായത് ഉണ്ടായതിൻ്റെ അനുസരിച്ച്. തർത്തീബുൽ വുജൂദി ഉണ്ടാകുന്ന ക്രമം. ലാ തഅഖുദു സിനത്തുൻ വലാനവും, തൂങ്ങിയുറക്കവും ഉണ്ടാവുകയില്ല, വലാനവും ആഴത്തിലുള്ള ഉറക്കവും അള്ളാഹുവിനെ ബാധിക്കുകയില്ല. അപ്പം സിനത്താണ് ആദ്യം ഉണ്ടാകുക, നൗമ് രണ്ടാമതുണ്ടാകുന്നതാണ്. അപ്പം ആ ഒരു ഉണ്ടാകുന്ന ക്രമീകരണം മനസ്സിലായില്ലേ? അതായത് തർത്തീബുൽ വുജൂദി, ആദ്യം ഉണ്ടാകുന്ന ഏതാണ് അതിനെ ആദ്യം കൊണ്ടുവരുന്നു, അതാണ് ഇവിടെ വേണ്ടത്. അടുത്ത 6ാമത്തേത് വന്നസ്സു അല ഉമൂമി സൽബി ഔ സൽബിൽ ഉമൂമി. വന്നസ്സു വ്യക്തമാക്കാൻ വേണ്ടിയാണ് അല ഉമൂമി സൽബി, സൽബിനെ അഥവാ നഫീനെ വ്യാപകമാക്കാൻ. അല ഉമൂമി സൽബി, നഫീനെ വ്യാപകമാക്കാൻ. ഔ സൽബിൽ ഉമൂമി, അല്ലെങ്കിൽ ആ പൊതുവായ ആ സംഗതിയെ നഫീ ചെയ്യാൻ. രണ്ടിനു വേണ്ടിയും ഇവിടെ തഖദീം ചെയ്യാറുണ്ട്. ഒന്നുകിൽ നഫിയെ ആമാക്കുക, അല്ലെങ്കിൽ ആമായതിനെ നഫി ചെയ്യുക. ഉദാഹരണം നോക്കാം. ഫലവുൽ ഒന്നാമത്തെ യക്കൂനു ബി തഖദീമി അദാത്തുൽ ഉമൂമി അല അദാത്തി നഫി. ഒന്നാമത്തെ, അതായത് സൽബിനെ ആമാക്കുക, നഫിയെ ആമാക്കുക. അതെങ്ങനെയാണ് ശരിയാക്കുക? യക്കൂന അദാമു ബി തഖദീമി അദാത്തുൽ ഉമൂമി, ഉമൂമിൻ്റെ പദം അക്ഷരം അത് മുന്തിക്കണം അല അദാത്തി നഫി, നഫിയുടെ അക്ഷരത്തേക്കാൾ. ആദ്യം ഉമൂമിൻ്റെ പദം വരണം, പിന്നെ നഫിയുടെ അക്ഷരം വരണം. നഹു കുല്ലു ദാലിക ലം യക്കുൻ, കുല്ലു ദാലിക ഇതെല്ലാം ലം യക്കുൻ ഉണ്ടായിട്ടില്ല. ഐ ലം യഖഅ ഹാദാ വലാ ദാക, ഇതും ഉണ്ടായിട്ടില്ല അതും ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പം ഒന്നും ഉണ്ടായിട്ടില്ല എന്നിവിടെ പറയുകയാണ്. ഉമൂമു സൽബ്, സൽബിൻ്റെ ഉമൂമ് ഇവിടെ വന്നിരിക്കുന്നു, നഫിയുടെ ഉമൂമ്. മനസ്സിലായില്ലേ? കുല്ലു ദാലിക ലം യകുൻ എന്ന് പറയുമ്പോൾ നഫിയുടെ ഉമൂമ് ഇവിടെ വന്നിരിക്കുകയാണ്, അതായത് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കാണിക്കാനായിട്ട്. അവസാനി രണ്ടാമത്തേത് ഉമൂമിനെ സൽബ് ചെയ്യാനാണ്, അതായത് പൊതുവായ ഒരു രീതിയെ നഫി ചെയ്യാൻ. യക്കൂന് ബി തഖദീമി അദാത്തി നഫി, ഇതെങ്ങനെ ഉണ്ടാകുക? നഫിയുടെ അക്ഷരം മുന്നിൽ കൊണ്ടുവരണം അല അദാത്തുൽ ഉമൂമി,
ഉമൂമിൻ്റെ അദാത്തിനേക്കാൾ. നേരെ തിരിച്ച് നഹ്വു ലം യക്കുൻ കുല്ലു ദാലിക, ഇതെല്ലാം ഉണ്ടായിട്ടില്ല. അപ്പം ലം ആദ്യം വന്നു, നഫിയുടെ അക്ഷരം, പിന്നെ കുല്ലു ദാലിക എന്നുള്ള ഉമൂമിൻ്റെ പദം രണ്ടാമത് വന്നു. അതിൻ്റെ അർത്ഥം ഐ ലം യഖഇൽ മജ്മൂഉ, ഇത് മുഴുവനും ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഫയഹ്തമിലു സുബൂത്തൽ ബഅദി വയഹ്തമിലു നഫിയ കുല്ലി ഫർദി, രണ്ടിനുള്ള സാധ്യതയും ഇവിടെ ഉണ്ടാവും. എല്ലാം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലത് സ്ഥിരപ്പെടാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ എല്ലാത്തിൻ്റെയും നഫീനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഉമൂമിയത്തിനെ അഥവാ എല്ലാം എന്നുള്ളതിനെ ഇവിടെ, കാരണം എല്ലാം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലതുണ്ടായിട്ടുണ്ട് ചിലതുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല, ഇങ്ങനെയൊക്കെ വരാം. എന്നാലും ഉമൂമിയത്തിനെ ഇവിടെ നമുക്ക് നഫി ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ നഫിയെ വ്യാപകമാക്കുക എന്നുള്ള അർത്ഥമാകാം മോളിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വ്യാപകമായി എന്നുള്ളതിനെ നഫി ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും വരാം. രണ്ടിലും ഈ മുന്തിക്കുക എന്ന് പറയുന്ന രീതി, അതായത് നഫിയുടെ ഉമൂമിൻ്റെ പദത്തെ മുന്തിച്ചിട്ട് നഫിയുടെ അക്ഷരത്തെ രണ്ടാമത് പറഞ്ഞാൽ അവിടെ ആ നഫിയെ ആമാക്കാൻ അത് സഹായിക്കും. ഇനി ഉമൂമിൻ്റെ പദത്തെ ആദ്യം കൊണ്ടുവന്നിട്ട് നഫിയുടെ നഫിയുടെ അക്ഷരം ആദ്യം കൊണ്ടുവന്നിട്ട് ഉമൂമിൻ്റെ പദം രണ്ടാമത് കൊണ്ടുവന്നാൽ അവിടെ ആ ഉമൂമിയത്തിനെ അല്ലെങ്കിൽ ആ വ്യാപകമായ അർത്ഥത്തെ നമുക്കവിടെ നഫി ചെയ്യാൻ സാധിക്കും. തഖ്വിയത്തുൽ ഹുക്മി, അതുപോലെ ഏഴാമത്തെ കാരണം മുന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഹുക്മിനെ ശക്തിപ്പെടുത്തലാണ്. ഇതാ കാനൽ ഖബറു ഫിഅൽ, ഖബർ ഫിഅലാണെങ്കിൽ, അതായത് ഖബർ ഫിഅലാണെങ്കിൽ ഹുക്മിനെ ശക്തിപ്പെടുത്തുക. നഹ്വു അൽ ഹിലാലു ദഹറ, പിറ ഉദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പിറ ദൃശ്യമായിരിക്കുന്നു. വദാലിക, അതെന്തുകൊണ്ടല്ലേ തക്കറുറിൽ ഇസ്നാദ് ഇവിടെ ഒരു ഡബിളിങ് വരുന്നതിൻ്റെ പേരിലാണ്. ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഇസ്നാദ് വരുമ്പോൾ അവിടെ ആ ഒരു ഹുക്മ് അത് ഉറയ്ക്കാൻ കാരണമാകും. അൽ ഹിലാലു എന്ന മുബ്തദയെ അൽ ഹിലാലു ലഹറ അല്ലേ, ലഹറ എന്ന ആ ഫിഅലിനെ ഹിലാൽ എന്ന മുബ്തദയിലേക്ക്, ലഹറ എന്ന ഖബറിനെ ഹിലാൽ എന്ന മുബ്തദയിലേക്ക് ഇസ്നാദ് ചെയ്തിരിക്കുന്നു. പിന്നെ ലഹറ എന്ന ഫിഅലിനെ അതിൻ്റെ ഫായിലിലേക്കും ഇസ്നാദ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ലഹറ എന്ന ഫിഅലും ഫായിലും ചേർന്ന ജുംലയെ ഹിലാൽ എന്ന മുബ്തദയിലേക്ക് ഇസ്നാദ് ചെയ്തു. പിന്നെ ലഹറ എന്ന ഫിഅലിനെ അതിൻ്റെ ഫായിലിലേക്ക് ഇസ്നാദ് ചെയ്തു. രണ്ട് ഇസ്നാദ് നടന്നുകൊണ്ട് ഹുക്മിന് ശക്തി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എട്ടാമത്തെ തഖ്സീസാണ്. അതായത് നഹ്വു മാ അന ഖുൽതു, അല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനല്ല പറഞ്ഞത് എന്നുള്ള തഖ്സീസിലേക്ക് അന എന്നുള്ളതിനെ മുദ്ദിച്ചപ്പോൾ ഇവിടെ കിട്ടും. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇവിടെയൊക്കെ തഖ്സീസ് കിട്ടിയതായിട്ട് കാണാം. ഇനി വൽ മുഹാഫളതു അലാ വസ്നിൻ ഔ സജഇൻ, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ പാഠത്തിൽ പദ്യത്തിലെ വസ്നോ അതിൻ്റെ ഒരു കോർവയുണ്ടല്ലോ പദ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഔ സജഇൻ, അല്ലെങ്കിൽ ആയത്തിൻ്റെ ആ ഒരു പ്രാസമോ ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടി. അതുപോലെ ഒന്നാമത്തേത് നഹു ഇദാ നതഖ സഫീഹു, ഒരു വിഡ്ഢി സംസാരിക്കുകയാണെങ്കിൽ ഫലാ തുജിബുഹു, നീ അവനെ മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. ഫഖൈറുൻ മിൻ ഇജാബത്തിഹി, അവന് മറുപടി നൽകുന്നതിനേക്കാൾ ഉത്തമം അസ്സുകൂത്തു, നിശബ്ദത പാലിക്കലാണ്. അപ്പോൾ ഇവിടെ ആ വസിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഫഖൈറുൻ, അസ്സുകൂത്തു ഖൈറുൻ എന്നാണ് ശരിക്കും വരേണ്ടത്. അസ്സുകൂത്തു മുബത്തദയും ഖൈറുൻ ഖബറുമാണ്. അപ്പോൾ ഖൈറുൻ എന്നുള്ള ഖബറിനെ ഇവിടെ മുദ്ദിക്കാൻ കാരണം ഇവിടെ വസിന് ഇവിടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയാണ്. ഉസ്താനി രണ്ടാമത്തത് സജഇൻ്റെ സംരക്ഷണം. ഖുദൂഹു ഫഗുല്ലൂഹു, അവനെ പിടിക്കുക, ചങ്ങലയിൽ ബന്ധിക്കുക. സുമ്മൽ ജഹീമ സല്ലൂഹു, പിന്നെ നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുക. സുമ്മ ഫി സിൽസിലത്തിൻ ദർഉഹാ സബഊന ദിറാഅൻ, 70 മുഴം നീളമുള്ള ചങ്ങലയിൽ ഫസ്ലുഖുഹു, അവനെ നിങ്ങൾ ബന്ധിക്കുക. അപ്പോൾ ഇവിടെ അത് ഈ ആയത്തിൻ്റെ അവസാനത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ വലം യുദ്ക്കർ ലിക്കുല്ലി മിന തഖ്ദീമി വ തഅഖീരി ദവാഇൻ ഖാസ, തഖ്ദീം തഅഖീർ ഓരോന്നിനും പ്രത്യേകമായ ഒരു ചെയ്തിട്ടില്ല, കാരണങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എന്നഹു ഇദാ തഖദ്ദമ അഹദു റുക്നയിൽ ജുംലത്തി, ജുംലയുടെ 2 ഘടകങ്ങളിൽ ഒന്ന് മുന്തിയാൽ തഅഖറൽ ആഖറു, മറ്റത് ബിന്ദും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഫഹുമാ മുതലാസിമാൻ, അത് രണ്ടും വളരെ അനിവാര്യമായ 2 ഘടകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മുന്തുക എന്നുള്ളത് വേറെയും പിന്തുക എന്നുള്ളത് വേറെയും ആയിട്ട് കൂട്ടാൻ പറ്റൂല. മുന്തിയാൽ ഒരു പിന്തൽ അവിടെ ഉണ്ടാവും, ഒരു സാധനം പിന്തിയാൽ മറ്റൊരു സാധനത്തിൻ്റെ മുന്തൽ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് പരസ്പരം തീയും ചൂടും പോലെ
പരസ്പരം ബന്ധിതമായ കാര്യങ്ങളാണ് എന്നർത്ഥം. ചുരുക്കത്തിൽ ഈ 9 കാരണങ്ങളുടെ പേരിലാണ് ഇവിടെ ഒരു പദത്തെ മുന്തിക്കാനുള്ള നമ്മളുടെ മുന്നിലുള്ള പ്രേരക ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 9 കാരണങ്ങളുണ്ടായാൽ നമ്മൾ ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പദത്തെ മുന്തിച്ച് പറയും. അതിൻ്റേതായ പ്രയോജനങ്ങളുണ്ടാവും. ആ പ്രയോജനങ്ങൾ അത് സന്ദർഭത്തോട് കലാമിനെ യോജിപ്പിക്കാൻ, സന്ദർഭത്തോട് കലാമിനെ ഇണക്കമുള്ളതാക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. ഇതാണ് 3-ാം പാഠത്തിൽ നമുക്ക് ഉള്ള വിശദീകരണം.